ചേട്ടാ, ചേട്ടൻ എന്താ ഒരു മാറ്റം? എന്തുണ്ടായി? കാര്യം പറയൂ. ഒന്നുമില്ല. ചേട്ടൻ വെറുതെ വഴക്കിനൊന്നും പോകണ്ട. ആ പണിക്കര് വിചാരിച്ചാൽ എന്തും നടക്കും. അയാൾ വല്ല കള്ളക്കേസിലും ചേട്ടനെ കുടുക്കിയാൽ പിന്നെ എനിക്കാരുണ്ട്? നിന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ജയിലിലായേനെ. വല്ലതുണ്ടായോ? ഉണ്ടാകുമായിരുന്നു. വർഷങ്ങളായി ഞാൻ അന്വേഷിച്ചിടുന്ന ആളിനെ കണ്ടു. നിലവിട്ടു പോകുന്ന ഓരോ നിമിഷവും നിന്നെക്കുറിച്ചായിരുന്നു എന്റെ ഓർമ്മ. നിന്റെ അച്ഛനാണ് എന്നെ വളർത്തിയത്. മരിക്കുമ്പോൾ അദ്ദേഹം നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചു. നീ അനാഥയാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്നെ നിയന്ത്രിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അതൊന്നും അറിയാറായിട്ടില്ല. കുറച്ചുകൂടി കഴിയട്ടെ. ആരാ നിങ്ങൾ? മനസ്സിലായില്ലല്ലോ. ഞാൻ രണ്ടു കാലിൽ തന്നെയാണ് നടന്നു വന്നത്. എന്നിട്ടും മനസ്സിലായി. ഞാൻ ആരാണെന്നറിയാം? ഓ, അറിയാം. കോയിക്കലെ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പ്. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ശരിയാണ്, പക്ഷെ ഉദ്ദേശിച്ച ആളല്ലേ. പ്ലീസ് പുറത്തു പോണം. ധൃതി പിടിക്കാതെ അളിയ. തന്നെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. വളരെ നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് സ്ഥലം പിടികിട്ടിയത്. നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്നത് നല്ലത്. സ്വല്പം മര്യാദകേട് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ആരാണെന്നറിയാമോ? എനിക്കതറിയണ്ട. അതറിയിച്ചേ ഞാൻ പോകും. സെന്റ് മേരീസിൽ തനിക്കൊരു കാമുകി ഉണ്ടായിരുന്നല്ലോ. അവളുടെ സഹോദരനാണ് ഞാൻ. ഇപ്പോഴെന്നെ മനസ്സിലായോ? എവിടെയാ അവൾ? അവൾ എവിടെയാണെന്ന് പറയാതെ തന്നെ ഞാൻ വിടില്ല. എത്ര നാളായടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഒരു കത്ത് പോലും നീ അയച്ചില്ലല്ലോ. ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നിന്റെ... ഇനിയും ഞാൻ വരും. അതിനകം എന്റെ അനുജത്തി എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ? കൂട്ടുകാരൻ പോയോ? ആ, പോയി. അവന് ഇനിയും വന്നോളൂ. അല്ല, രമണിയെ കാണാറില്ലല്ലോ. വലിയ പഠിത്തമായിരിക്കുമല്ലേ? രവിയേട്ടനാണ് ഈയിടെ കാണാത്തത്. സുശീലോട് എപ്പോ ചോദിച്ചാലും പറയും എവിടെയോ പോയിരിക്കുകയാണെന്ന്. പരീക്ഷ ജയിക്കുവോ? കേസ് കിടത്താൻ നമുക്കൊരു വക്കീലിന് ആവശ്യമുണ്ട്. ഒന്ന് ജയിപ്പിക്കാമോ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കും? രവിയേട്ടൻ വിചാരിച്ചാൽ ഞാൻ ജയിക്കും. നല്ലതുപോലെ എഴുതിയാൽ. ആ, രമണി പഠിക്കാൻ പിടിക്കുകയാണല്ലോ. ഈ ചേട്ടനൊന്നും അറിയില്ല. രമണിയോളം പഠിപ്പെനിക്കില്ലല്ലോ. രമണി പറ്റുള്ളൂ. ഞാനും വരുന്നു. സുശീലയെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. അതാണ് നിങ്ങളുടെ കാര്യസ്ഥൻ. അതിനെന്താ? അയാൾക്ക് കഥ ഉണ്ടാക്കാൻ ഇനി വേറൊന്നും വേണ്ടല്ലോ. നാളെ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരും. അപ്പൊ അവിടെ കാണണം. ശരി. ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രമണി കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം. താൻ കണ്ടു തന്നെയാണോ? എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. ഞാനെന്താ ഈ കാര്യത്തിന് കള്ളം പറയുന്നത്? ശരി, താൻ പോയിക്കോ. രമണി, രമണി, എന്താ അച്ഛാ? നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിന്നെ പഠിക്കാൻ അയച്ചത് കുറെ അറിവുണ്ടാവാനാണ്. നീ ഏത് തറവാട്ടിലെയാണെന്നും നിന്റെ അച്ഛൻ ആരാണെന്നും നീ മറക്കരുത്.
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും ഇല്ലേ? നാളെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടവളാണ് നീ. കണ്ട തെണ്ടികളോടെ കളിച്ചും ചിരിച്ചും നടക്കുന്നത് ഈ തറവാട്ടിന്റെ അന്തസ്സിന് ചേർന്നതല്ല. ഇനി ഇത് ആവർത്തിക്കരുത്. പോ. പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രമാണിമാരെ നീ മുഷിപ്പിക്കരുത്. ന്യായാന്യായം നോക്കി ഞാൻ എന്തും ചെയ്യും. നിന്റെ ആദർശമൊന്നും നിനക്ക് കേൾക്കണ്ട. അവിടെ പണിക്കരാണ് പ്രമാണി എന്ന് നിനക്കറിയാമല്ലോ. നിന്റെ ഭാര്യയുടെ അച്ഛൻ എന്നതിനേക്കാൾ പണിക്കർ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തുറന്നു തന്നെ പറയാം, പണിക്കരുടെ ഏത് ഇഷ്ടവും നീ നടത്തിയേ തീരൂ. ബന്ധുക്കളുടെ കാര്യം നോക്കാനല്ല എന്നെ ഉദ്യോഗത്തിൽ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ. ഇത് അച്ഛൻ മകനോട് ആജ്ഞാപിക്കുന്നതോ അതോ എഞ്ചിനീയർ രാജുവിനോടുള്ള നിർദ്ദേശം? എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. കാരണം എഞ്ചിനീയർ രാജു എന്റെ മകനാണ്. എഞ്ചിനീയർ രാജുവിന് കോയിക്കൽ കുറുപ്പിനെ ധിക്കരിക്കേണ്ടി വരും. എന്നെ ഇതുവരെ ആരും ധിക്കരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്താൽ അത് മകനാണെങ്കിൽ കൂടി ഞാൻ പൊറുക്കില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, പണിക്കരുടെ ഏതാഗ്രഹവും നടന്നിരിക്കണം. ഓർമ്മയിരിക്കട്ടെ. കുമാർ, എടേ കുമാർ, അതോ ദേവരനെ പോയ കാര്യം എന്താ? എന്നാ അവൻ സ്ഥലം മാറിപ്പോയിരിക്കും. വിടാൻ പാടില്ല. നമുക്ക് ഉടനെ പുറപ്പെടണം. ഓടി പോകാം. അത് കൊള്ളാം. പണിക്കരങ്ങിന്ന് കള്ളപ്രമാണം ഉണ്ടാക്കി ഞങ്ങളെ പാട്ടക്കാരല്ലാതാക്കി. ധൈര്യമായിരിക്കും. പണിക്കർ പിടിച്ചെടുത്ത ഭൂമി നമ്മൾ തിരിച്ചെടുക്കും. ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ മാറ്റിമറിക്കാവുന്ന നിയമമല്ലല്ലോ ഇവിടെ ഉള്ളത്. പണിക്കരങ്ങനെ ശക്തി നമ്മുടെ ശക്തിയും ഒട്ടും കുറവല്ല. ഉടനെ വരണം. പണിക്കരുടെ ആൾക്കാർ വെള്ളം നിർത്താൻ വന്നിരിക്കുന്നു. അയാൾ വഴക്കുണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? പുറമെ നിന്ന് കുറെ റൗഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് തല്ലണമെങ്കിൽ കൂലിക്കാളെ വിളിക്കണം. നമുക്കത് വേണ്ടല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ കൃഷി ചെയ്യുന്ന വയലുകൾ നികത്തി അവിടെ ഫാക്ടറി പണിയുന്ന ഏർപ്പാട് നമ്മൾ അനുവദിക്കില്ല. ഏതവന്മാരാടാ പാടത്തിറങ്ങിയത്? ചോദിച്ച കേട്ടില്ലേ? കൃഷിക്കാരല്ല അവിടെ കൂടിയിട്ടുണ്ട്. കൃഷിക്കാർ വയലിലിറങ്ങിയപ്പോ നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിയിരുന്നു അല്ലേ? അതിന്റെയൊക്കെ കാലരിഞ്ഞ് ദൂരെ കളയാൻ ധൈര്യമില്ലാത്ത പട്ടികൾ. വാസു ഓടാ. വാസുവേ, വാസു. ഓ, ഓടി ഇങ്ങോട്ട് പോന്നു അല്ലേ? എടാ, മനുഷ്യനായ നാണം വേണം. മംഗലത്ത് പണിക്കർ ഇവിടെ ജനിച്ചവനാണ്. എന്നെ തോൽപ്പിക്കാൻ ഇങ്ങോട്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കൂടെ വരാൻ ധൈര്യമുണ്ടെങ്കിൽ വരണ്ട പട്ടികളെ. പറഞ്ഞു. നിങ്ങൾ ശാന്തരായിരിക്കും. ഈവനോട് ഞാൻ സംസാരിച്ചോളാം. ആരും എന്നോട് സംസാരിക്കണ്ട. എന്റെ സ്ഥലം ഞാനത് കുഴിക്കും, നികത്തും. സ്ഥലം നിങ്ങളുടേതാണ്, സമ്മതിച്ചു. പക്ഷെ അതിൽ കൃഷി ചെയ്യുന്ന ഞങ്ങളാണ്. ആരും ഇത് കൃഷി ചെയ്യണ്ട. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. പിന്നെ ആരാടാ? നിന്റെയൊക്കെ തന്തമാരോ? എന്ത് വരുന്നു? ശങ്കര, നമ്മളിവിടെ വഴക്കുണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. പണിക്കിറങ്ങുന്ന ഇവിടെ മണ്ണിട്ട് നികത്തിയാൽ ഇതിനപ്പുറമുള്ള വയൽ വെള്ളം കിട്ടാതെ നശിക്കും. അതിനാര് സമാധാനം പറയും? ഒരുത്തരോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. ഇതെന്റെ സ്ഥലം. ഇവിടെ മണ്ണിറക്കി കൃഷി നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടേ ഇവിടെ നികത്താൻ പറ്റൂ. തീർച്ച. എങ്കിൽ നിന്റെയൊക്കെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞാനിവിടെ നികത്തും, ഫാക്ടറി പണിയും. ധൈര്യമുണ്ടെങ്കിൽ എതിർക്ക്. ധൈര്യമുള്ളവരുണ്ടെന്ന് കാണിച്ചു തരേണ്ടി വരും. ആരുമില്ലേടാ ഇവന്റെയൊക്കെ പല്ലെടുക്കാൻ. പണിക്കരെ, പല്ലെടുക്കാൻ വരുന്നവൻ ആരായിരുന്നാലും അവന്റെ എല്ല് ചവിട്ടി ഒടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ധിക്കാരി, എന്റെ മുഖത്ത് നോക്കി എന്നെ പണിക്കരെ എല്ലാവരും വിളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ കേട്ടല്ലോ, ശരീരത്ത് മണ്ണ് പറ്റാതിരിക്കണമെങ്കിൽ പണിക്കരങ്ങോട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ പട്ടികളെ പോലെ കരുതിയ കാലം പോയി. പണിക്കരെ, മണ്ണിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് അടിക്കാൻ കൈ കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിച്ചോ? മിസ്റ്റർ, എന്ത് വേണം? ഒരാളുടെ ഭൂമിയിൽ അയാൾക്ക് അവകാശമില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമായിക്കോട്ടെ, കേട്ടപ്പോൾ ന്യായം പറയണമെന്ന് തോന്നി. ആവശ്യമുള്ളപ്പോ തന്നെ ആളേറ്റ് വിളിപ്പിക്കാം. വിളിക്കാതെ വന്ന് ഈ കാര്യത്തിൽ മറുപടി പറയാമെന്ന് തോന്നുന്നു. കൃഷിക്കാരുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൂലിക്ക് വന്നവരുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. എന്റെ ഭൂമിയിലാണിത് നടന്നിരുന്നതെങ്കിൽ അവിടെ ഒരു ചോരപ്പുഴ ഒഴുകുമായിരുന്നു.
ഇതിന്റെ ഉടമസ്ഥൻ ഒരു പാവം. മതി മതി, കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എങ്കിൽ നിന്ന് അടിക്ക്. നാട്ടുകാരല്ലാത്ത ഞങ്ങൾക്ക് അതെങ്കിലും കാണാമല്ലോ. എഞ്ചിനീയറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ നിലം നികത്താൻ പാടില്ല. തോട് വെട്ടുകയും വരുത്. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അതൊക്കെ ഞങ്ങൾ നോക്കണം. എല്ലാരും പിരിഞ്ഞു പോകണം. ആരും നിൽക്കണ്ട അവിടെ. എല്ലാരും പിരിഞ്ഞു പോകണം. വേവാട്ടെ. ഞങ്ങളുടെ മണ്ണിൽ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. 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 മണ്ണ് രക്ഷിക്കാൻ ഒരു നേതാവ്. നമുക്ക് പറ്റുന്ന ഒരു തുറുപ്പിയിട്ടാണവൻ. കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എന്ത് സഹായം ചെയ്യാനും അവൻ തയ്യാറാണ്. കൃഷിക്കാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആയുധം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഉടനെ ഏർപ്പാട് ചെയ്യാം.